വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. മലയാള ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ സിനിമയുടെ പേര്. ഇത് പണ്ട് വരികയും അന്ന് പരാജയപ്പെട്ട ഇപ്പം അതിനുശേഷം റിലീസ് ചെയ്ത എത്രയോ പടങ്ങളുണ്ട്. അതെല്ലാം പണ്ട് ഹിറ്റായ സിനിമകളാണ്. സിനിമ അതിൻ്റെ മൊത്തം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അവസ്ഥ നോക്കുമ്പോൾ അതിന്ന് കാണുന്ന അവസ്ഥയിൽ അന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല സിനിമകളിങ്ങനെ നമ്മുടെ നല്ല സിനിമകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഫോക്കസിൻ്റെ ഓരോ കാര്യങ്ങളും അന്ന് ഒരു വാർത്ത വന്നാൽ അന്ന് അത്രയ്ക്ക് പ്രാധാന്യത്തോടെ കേരളം ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അന്നാണ് ഈ ഇങ്ങനെ ഒരു സിനിമ എത്തുന്നത്. അതിൽ ആ കോളേജിൻ്റെ ഒരു പോർഷൻ സെറ്റാണ്. കാരണം ഒറിജിനൽ കോളേജ് ഒന്നും കത്തിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ പോർഷൻ ലാബ് കത്തുന്നുണ്ട്, ഒരു ബ്ലോക്ക് കത്തുന്നുണ്ട്. അന്നത്തെ സമയത്ത് ഹിറ്റാകാത്തൊരു സിനിമ രണ്ടാമത് റിലീസ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ അതിനകത്ത് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് ആ സിനിമ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അത് മലയാളികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് ഇതെന്തുകൊണ്ട് ഓടിയില്ല എന്ന് ഇന്ന് എല്ലാവരും വിഷമിക്കുന്നുണ്ട്. നമ്മുടെ സിനിമയുടെ തുടരും ഷൂട്ട് നടക്കുന്നിടത്തു നിന്നാണ് ചേട്ടനായിട്ട് വരുന്നത്. കാരണം വെച്ചാൽ ഞാനപ്പോൾ പറയുമ്പോൾ സേവക് എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, പ്രൊമോഷൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് ലാലേട്ടനോടും പറയുന്നു, നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് വന്ന് അതൊരു പ്രൊമോട്ട് ചെയ്യേണ്ട പടം തന്നെയാണ്. നമസ്കാരം, കോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. കാലം തെറ്റിപ്പിറന്ന സിനിമ എന്ന് അന്നും ഇന്നും എല്ലാം മലയാളികൾ പറയുന്ന ഒരു സിനിമ ദേവദൂതൻ. തീർച്ചയായും ദേവദൂതന്റെ വിശേഷങ്ങളും ഒരുപാട് ഓർമ്മകളും ഒക്കെയായി നമ്മുടെ കൂടെയുള്ളത് എം രഞ്ജിത്ത് സാറാണ്. ഹായ് സാർ. കോക്കസിന്റെ കൂടെ ചെയ്ത മറ്റൊരു ചിത്രമാണ് ദേവദൂതൻ. കാലം തെറ്റിപ്പിറന്ന സിനിമ എന്ന് തീർച്ചയായും നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. എങ്ങനെയായിരുന്നു സിനിമയുടെ ഒരു ആരംഭം, അതിലേക്കുള്ള എൻട്രി ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും അത് എനിക്ക് തോന്നുന്നു പല സിനിമകളിങ്ങനെ നമ്മുടെ നല്ല സിനിമകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഫോക്കസിൻ്റെ ഓരോ കാര്യങ്ങളും അന്ന് ഒരു വാർത്ത വന്നാൽ അന്ന് അത്രയ്ക്ക് പ്രാധാന്യത്തോടെ കേരളം ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അന്നാണ് ഈ ഇങ്ങനെ ഒരു സിനിമ എത്തുന്നത്. ശരിക്കും അത് പലതരത്തിലുള്ള കഥകൾ ആലോചിച്ചിട്ട് ഒരുപാട് സിനിമകളെക്കുറിച്ചൊക്കെ ആലോചിക്കും. അപ്പോൾ അതിനു മുമ്പ് സുബിസാർ ചെയ്ത കളർഫുൾ സിനിമ സമരബദ്ധരെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത്തരം ഒരു സിനിമകളെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സാറിൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് സാർ ആദ്യമായി സിനിമ ചെയ്യാൻ വെച്ചിരുന്ന സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയും അത് രഘുനാഥ് പലേരി രഘുവേട്ടൻ്റെ കയ്യിൽ അന്ന് എഴുതിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്നാണ് ഈ സിനിമയുടെ തുടക്കം. ശരിക്കും ഇപ്പോൾ നമ്മൾ രണ്ടാമത് എനിക്ക് തോന്നുന്നു ആളുകൾ ആദ്യം വന്നപ്പം കണ്ടതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ രണ്ടാമത് കണ്ടു. അപ്പോൾ ആദ്യം നമുക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഒരു സിനിമ അതിൻ്റെ മൊത്തം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അവസ്ഥ നോക്കുമ്പോൾ അതിന്ന് കാണുന്ന അവസ്ഥയിൽ അന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ ആ കോളേജിൻ്റെ ഒരു പോർഷൻ സെറ്റാണ്. കാരണം ഒറിജിനൽ കോളേജ് ഒന്നും കത്തിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ പോർഷൻ ലാബ് കത്തുന്നുണ്ട്, ഒരു ബ്ലോക്ക് കത്തുന്നുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിലിരിക്കുന്ന അതേപോലൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പോൾ അത്തരം ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര കോസ്റ്റ് വരും. അതിൽ പിന്നെ ഈ മുരളിച്ചേട്ടൻ്റെ മറ്റേ ഒരു പോർഷനുണ്ട്, കുതിരവണ്ടി കിടക്കുന്ന പോർഷൻ, അങ്ങനെ അതിന് കാണുന്ന ഒട്ടുമുക്കാലും നമ്മൾ തെറ്റിട്ടതാണ്. പിന്നെ ആ ബെല്ല് ഉണ്ട്, ആ മറ്റേ നമ്മുടെ അപ്പോൾ എല്ലാം അത്ര മനോഹരമായി ഇതിനകത്ത് വന്നാൽ മാത്രമേ ഈ സിനിമ വർക്കൗട്ടാവുള്ളൂ. പിന്നെ അതിൽ ഷൂട്ട് ചെയ്യുന്ന നവനഗർ പാലസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഇന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല, അത്ര കോസ്റ്റ്ലിയാണ്. അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലത്താണ് അന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാം എന്ത് മാത്രം കോസ്റ്റ് ആകുമോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതിനകത്ത്. ശരിക്കും ഒരു സാധാരണ ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിനിമയാണ്. കാരണം അതിൻ്റെ ഒരു നമ്മളിപ്പോൾ അതിനകത്ത് ഒരു കോറിഡോറുണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ. അതിപ്പം പുതിയ വേർഷനിലില്ല, അതിനകത്ത് ഇല്ല. അന്ന് പട്ടി കുരയ്ക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കോറിഡോർ കൂടെ കൂടുന്നൊക്കെ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പല സ്ഥലത്തും സെറ്റ് ഇട്ടിരിക്കുകയാണ്. കോളേജ് എല്ലാ ദിവസവും കിട്ടത്തില്ല. അപ്പോൾ കോളേജ് എല്ലാ ദിവസവും കിട്ടാത്ത സമയത്ത് ആ കോളേജ് കിട്ടുന്ന ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ കോളേജ് പുറത്ത് കോളേജ് എങ്ങനെ ചീറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് കോളേജിൻ്റെ അതേപോലുള്ള പോർഷൻസ് വേറെ സെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കോറിഡോർസ് സെറ്റ് ഇടുക,
അങ്ങനെ മുഴുവൻ ഒരു വലിയ എന്ന് വെച്ചാൽ മുത്തുരാജ് എന്ന് പറയുന്ന ഒരാളും ഗിരീഷ് എന്ന് പറഞ്ഞ 2 ആർട്ട് ഡയറക്ടറായിരുന്നു. അതിന് മുമ്പ് ആദ്യം ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മാറിയപ്പോൾ ഇപ്പോൾ 2 പേരാക്കി. കാരണം ഒരേ സമയത്ത് മാനേജ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അത് അത്ര. അന്ന് മുത്തുരാജിൻ്റെ കൂടെ അസോസിയേറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ജോസഫ് നെല്ലിക്കൽ. അപ്പോൾ അതുപോലെ ബിജു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എല്ലാം വലിയ വലിയ ആളുകളായിരുന്നു അന്ന് അതിൻ്റെ ബാക്കിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശരിക്കും നമുക്കൊരു ഈ പ്രൊഡക്ഷൻ സംബന്ധിച്ചിടത്തോളം തുടങ്ങുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ സുമേഷും ഉണ്ടായിരുന്നു. സുമേഷും കൂടെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സൗത്ത് മുഴുവൻ കാർ ഓടിച്ച് നടന്നിട്ടുണ്ട്. കാരണം അന്ന് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, സേതയുടെ ലാൻസർ കാറാണ്. ആ ലാൻസർ കാറിന് ഞങ്ങളുടെ ഇരിക്കുന്നത് എന്നുവെച്ചാൽ കാറിൻ്റെ കീഴിൽ നിന്ന് നമ്മളെ വിടുകയാണ്. എവിടെയെന്ന് വെച്ചാൽ മൈസൂർ കിട്ടുമെന്ന് നോക്കാൻ പറയും. നേരെ മൈസൂർ പോകും. മൈസൂർ പോകുമ്പോൾ മൈസൂരില്ല, അങ്ങനെയാണെങ്കിൽ സേലത്തുണ്ടൊരു കോളേജ് എന്ന് പറഞ്ഞ് സേലത്ത് പോകും. അത് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് തന്നെ എൻ്റെ ഇത്രയും കോളേജ് കണ്ടിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ പോയി ഏറ്റവും അവസാനം ഈ ഊട്ടിയിലുള്ള ഈ കോളേജ് നമ്മൾ കണ്ടു. പക്ഷെ അവർ തരില്ല അത്. അന്ന് ലോറൻസ് എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ അദ്ദേഹം ഒരു പൊളിറ്റിക്കലിയൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. അവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണ് ഈ കോളേജ് കിട്ടുന്നത്. അപ്പോൾ കോളേജിന് കുറേ നിയന്ത്രണങ്ങളുണ്ട്. ഇതെല്ലാം വെച്ച് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഷൂട്ടെന്ന് പറയുന്നതിനെക്കുറിച്ച് ഇതിൻ്റെ കഥയും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ തന്നെ ഞാൻ സേതയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സേത, ഇത് ഒരു ആവറേജ് സിനിമയായിട്ട് ഓടിയാൽ പോലും ഇത് വർക്കൗട്ടാവില്ല. ഒരു ഭീകര ഹിറ്റാണെങ്കിൽ മാത്രമേ അന്നത്തെ കാലത്ത് അത്രയും പോസ്റ്റ് ആവും. അപ്പോൾ അതൊക്കെ ധൈര്യപൂർവ്വം അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളതെല്ലാം കാര്യങ്ങളെല്ലാം തുടങ്ങി. ഷൂട്ട് നമുക്ക് അപ്രതികൂലമായ പല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നു. കാരണം വെച്ചാൽ പ്രതികൂലം എന്ന് വെച്ചാൽ നമുക്ക് സെറ്റുകൾ പണിയുന്നതൊന്നും ഫിനിഷ് ആവുന്നില്ല. അങ്ങനെയാണ് ആദ്യത്തെ ആ ഡയറക്ടറെ മാറ്റി. അതിനുശേഷം 2 പേര് ഒരുമിച്ച് വയ്ക്കുന്നു. ദിവസങ്ങളോളം 100 കണക്കിന് കാർപ്പൻറ്റേഴ്സൊക്കെ മദ്രാസിൽ നിന്ന് വന്നൊക്കെയാണ് ഇങ്ങനത്തെ ഓരോന്ന് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അതിൽ ഓരോ ടെക്നിക്കൽ കാര്യമുണ്ടാവും. ഇങ്ങനെ പിടിച്ചാൽ കറങ്ങുന്ന ഫാന്, പിന്നെ ഉരുകി ഒലിച്ചു പോകുന്ന കൈ, അല്ല അസ്ഥികൂടം, ഇത് എല്ലാം അതിനകത്ത് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ അന്ന് ജയപ്രദ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ എൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നൻപ എന്ന് പറഞ്ഞ സിനിമയിൽ, അത് പല മുസ്ലിം സാറിന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയാണ്, നൻപ എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് നമ്മൾ പാട്ടായിട്ട് വെച്ചിരുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ അന്നത്തെ പാട്ടെന്ന് വെച്ചാൽ തമിഴ് എന്ന് പറയുമ്പോൾ നൻപ നീയേ നൻപ എന്നാണ്. അതാണ് പിന്നീട് ഇവിടെ എടുത്ത് പൂവേ പാലപ്പൂവേ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. അത് അത്ര മനോഹരമായിട്ട് സിബി സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളായി ഇവിടെ അത് കറക്റ്റാകുകയും ചെയ്തപ്പോൾ അതൊരു ഒരു നല്ല ഒരു പാട്ടായിട്ട് മാറി. പിന്നെ നമുക്ക് അതിൽ പാട്ടുകളൊക്കെ ഗംഭീര പാട്ടുകളല്ലേ. കാരണം ദേവദൂതൻ എന്ന് പറഞ്ഞാൽ പിന്നെ സന്തോഷ് തുണ്ടിയിലാണ് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത്. എല്ലാ വിഭാഗവും ഗംഭീരമായി വർക്ക് ചെയ്യും. 25 കൊല്ലം മുമ്പ് ഈ സിനിമ എടുത്തു എന്ന് പറയുന്നൊരു തെറ്റ് മാത്രമേ ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളൂ. കാരണം പിന്നെ നമ്മൾ ഈ പറഞ്ഞാൽ കുറച്ച് അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ അതിനകത്ത് ഇപ്പം സുബിസാർ 2ാമത് എഡിറ്റ് ചെയ്തപ്പോൾ ഒരു എന്തായിരുന്നു വേണ്ടാതിരുന്നത് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് രണ്ടാമത് ചെയ്യിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റുകയും ആ സിനിമ വലിയൊരു 2ാമത് തിരിച്ച് റിലീസ് ചെയ്തപ്പോൾ അത് അതിനേക്കാൾ വലിയൊരു ഹിറ്റാകുകയും ചെയ്യുന്നു പറഞ്ഞ സിനിമയായിട്ട് മാറി. അപ്പോൾ ആ സിനിമ കണ്ടെത്തിയപ്പോൾ അത് മോശമായിരുന്നില്ല. അതിന് ഒരു കാലഘട്ടം മാത്രമാണ് പ്രശ്നമായത്. ആ കാലഘട്ടം മാറി വന്നപ്പോൾ ആ സിനിമയുടെ ഒരു വലിയ ഹിറ്റായിട്ട് ഇന്നും ആളുകളുടെ മനസ്സിൽ ആ പാട്ടുകളുണ്ട്, ആ സിനിമയുണ്ട്. ഇന്നത് നമ്മൾ ഈ അറ്റ്മോസിലും 4K ഒക്കെ കണ്ടപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടല്ലേ ആ സിനിമ പോയത്. എത്ര മാത്രം വാനോണം പുകഴ്ത്തി എല്ലാവരും. പക്ഷേ ഞാൻ അന്ന് റീറെക്കോർഡ് ചെയ്തിരിക്കുന്ന വിദ്യാസാഗറിൻ്റെ അതേ ട്രാക്സാണ് ഇപ്പോഴും ഉപയോഗിച്ചത്. പക്ഷെ അപ്പോൾ എത്ര നന്നായി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ സിംഫണി ഒന്ന് ആലോചിച്ച് എന്തൊരു മഹാനുഭാവലും.
നമ്മൾ അന്ന് ഞങ്ങൾ പറയുമായിരുന്നു ഈ സിനിമ ആളുകൾ കാണാൻ പോകാതെ അന്ന് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടപ്പോൾ ഞാനൊക്കെ മനസ്സിൽ പറഞ്ഞത് കാശ് കൊടുത്തിട്ട് നമ്മൾ ആ സിംഫണി കണ്ടിട്ട് ഇറങ്ങിപ്പോയാലും അന്ന് വർക്കൗട്ട് ആകുമായിരുന്നു. അത്ര തുച്ഛമായ കാശ് അന്ന് തിയേറ്ററിലുള്ളൂ. കാരണം അത്ര ഗംഭീരമായിട്ട് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന് എന്ത് എവിടെ കേൾക്കണം എന്ന്, അല്ലെങ്കിൽ എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാനന്ന് എൻ്റെ ഫംഗ്ഷനിൽ പറഞ്ഞു, ഭൂമിനാഥൻ എന്ന് പറഞ്ഞ എഡിറ്ററുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സെൻസുള്ള ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്നിട്ട് ഈ സിംഫണി ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് ഇങ്ങനൊരു ഷോട്ട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം സിബി സാറ് അത്തരം ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയായിരുന്നു അത്. പക്ഷെ അത് പറഞ്ഞ പോലെ രണ്ടാമത് ആളുകളിലേക്ക് എത്തിക്കാൻ, രണ്ടാമത് തന്നെ ഈ കോക്കേഴ്സ് എന്ന ഒരു ബാനറിൻ്റെ ഒരു വാല്യൂ, അല്ലെങ്കിൽ അന്ന് ഇങ്ങനൊരു സിനിമ ചെയ്തിരുന്നു എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവരാനും പറ്റിയ സിനിമയാണ് കോക്കേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കൊണ്ടുണ്ട് 2000 ആ സിനിമ ഇറങ്ങുമ്പോൾ അന്ന് പരാജയപ്പെട്ടതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് ഈ ലാലേട്ടൻ്റെ സിനിമകളെല്ലാം ഭയങ്കരമായ മാസ് സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ മാസിൽ നിന്ന് ഇത് മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാതെ പോയതാകാം അന്നത് ആ സിനിമ അന്ന് വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ രണ്ടാമത് ആ സിനിമ അത് ഇത്രയും വലിയ ഹിറ്റായി. അതിൻ്റെയൊക്കെ ഭാഗമായി വന്നവരെല്ലാവർക്കും ഈ ഒരു സമയത്ത് അത് അവരെയൊക്കെ വിളിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊരു നമുക്കൊരു ഭയങ്കര, എൻ്റെയൊക്കെ 25 വർഷം കഴിഞ്ഞ് എന്നെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരു മൊമെൻ്റ് വന്നപ്പോൾ നമുക്കൊരു വലിയ അനുഭവമായി മാറി. കാരണം വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. മലയാള ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ സിനിമയുടെ പേര്. ഇത് പണ്ട് വരികയും അന്ന് പരാജയപ്പെട്ട, ഇപ്പോൾ അതിനുശേഷം റിലീസ് ചെയ്ത എത്രയോ പടങ്ങളുണ്ട്, അതെല്ലാം പണ്ട് ഹിറ്റായ സിനിമകളാണ്. അന്നത്തെ സമയത്ത് ഹിറ്റാകാത്തൊരു സിനിമ രണ്ടാമത് റിലീസ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ അതിനകത്ത് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് ആ സിനിമ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അത് മലയാളികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് ഇതെന്തുകൊണ്ട് ഓടിയില്ല എന്ന് ഇന്ന് എല്ലാവരും വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് അതിനകത്ത് എഡിറ്റഡ് വേർഷനിൽ മാറ്റങ്ങൾ വന്നതായിരിക്കാം സിനിമ ഇഷ്ടപ്പെട്ട്. എന്തായാലും ആ സിനിമ ഇപ്പോൾ രണ്ടാമത് ഇങ്ങനൊരു വലിയ ഹിറ്റാകുകയും അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതുമാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കൊക്കെ ഒരു സന്തോഷം. കാരണം ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെല്ലാ സിനിമകളിലും അങ്ങനെ ഭയങ്കര ഹിറ്റാകണേ ഓടണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ സിനിമയുടെ ഷൂട്ടെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം അതിൽ ഒട്ടുമുക്കാലും രാത്രികളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഊട്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഊട്ടിയിൽ പകൽ കഴിഞ്ഞിട്ട് ഒരു 4 മണി കഴിയുമ്പോൾ തൊട്ട് തണുപ്പ് തുടങ്ങും. തുടങ്ങിയാൽ ഈ രാത്രിയിലൊക്കെ നിൽക്കുക, ഇത്ര ആർട്ടിസ്റ്റുകളും ഈ ടെക്നീഷ്യന്മാരും ഞങ്ങളെല്ലാവരും നിന്നിട്ടുള്ളത് ഒരു ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത കാര്യം വെച്ചാൽ അത്രമാത്രം കൊടും തണുപ്പാണ്. അപ്പോൾ അവിടെ ഈ മറ്റേ ഈ കാർപ്പൻറ്റേഴ്സിനൊക്കെ ഞങ്ങൾ തമാശക്ക് പറയുന്നുണ്ട്, അവരെഴുതുന്നതിനകത്ത് ഒരു ബാറ്റ എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന കുളിർ ബാറ്റ എന്നാണ്. കാരണം ഈ തണുപ്പത്ത് നിന്നതിനൊരു ബാറ്റ, കുളിർ ബാറ്റ. അങ്ങനെ അതുവരെയുള്ളൊരു സിനിമയാണത്. അങ്ങനെ കുളിർ ബാറ്റയുള്ളതാണത്. തീർച്ചയായും അതിന് എക്സ്ട്രാ ഒരു ബാറ്റ തന്നെ വേണ്ടി വരും. അപ്പോൾ കാലം തെറ്റിപ്പിറന്ന സിനിമ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. തീർച്ചയായും അർത്ഥവത്തായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് തിയേറ്ററിൽ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയപ്പോൾ, ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്ന നിലയിൽ സാറിന് ആ ഒരു തിയേറ്റർ സക്സസ്സിൽ അപ്പം എന്താ തോന്നുന്നത്? ആ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? എന്നുവെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ വിശാലമായ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിംഫണിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ വായിച്ചിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻസും കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആർട്ടുകാരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിൻ്റെയൊക്കെ വിഷ്വലൊക്കെ ഭയങ്കരമാണ്. അങ്ങനെയാണ് ലാലേട്ടൻ്റെ ഒരു സിംഫണി ആദ്യം കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ റിയലായി നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കോരിത്തരിച്ചു പോയിട്ടുണ്ട്. കാരണം ആ എന്തരോ മഹാനുഭാവരും നമ്മൾ ഈ ഓരോരുത്തരും വായിക്കുന്ന, അപ്പം നമ്മൾ ഇതിൻ്റെ ഹൈ വോളിയത്തിലൂടെ നിന്ന് പ്ലേ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടാണ്. പക്ഷെ അതിനകത്ത് എനിക്കിപ്പോഴും ഭയങ്കര മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോയിൽ അന്ന് ശ്രീധർ എന്ന് പറഞ്ഞ ആളായിരുന്നു അത് മിക്സ് ചെയ്ത്. അത് മരിച്ചുപോയി. അദ്ദേഹമായിരുന്നു അന്ന് AR റഹ്മാൻ്റെ സൗണ്ട് എഞ്ചിനീയർ.
അപ്പോൾ പുള്ളിയെ കിട്ടുക, പുള്ളി ചെയ്യാന്നൊക്കെ പറഞ്ഞ് അന്ന് മീഡിയ ആർട്ടിസ്റ്റ് തന്നെ വേണം തീരുമാനിച്ചു. കാരണം മീഡിയ ആർട്ടിസ്റ്റ് തന്നെ ചെയ്താലാണ് ഇതിൻ്റെ DTS ഇമ്പാക്റ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് ശ്രീധർ പറഞ്ഞതാണ്. ഇദ്ദേഹം ഭയങ്കര മ്യൂസിക് സെൻസർ ആളാണ്. അപ്പോൾ പുള്ളി നമ്മളിപ്പോൾ എങ്ങനെ പോയി പോകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ പുള്ളി മറ്റേ എന്തൊരു മഹാനുഭാവലും ഇട്ടിട്ട് പുള്ളി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എത്ര പ്രാവശ്യം എനിക്ക് പുള്ളി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് മൈന്യൂട്ടായിട്ടുള്ള കറക്ഷനൊക്കെ പുള്ളി നടത്തിക്കൊണ്ടിരിക്കും. സിനിമയുടെ അന്നത്തെ മിക്സ് എന്നൊക്കെ പറയുന്നത് വേറൊരു ഇത്രയും അന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഇല്ല. അപ്പോൾ അന്ന് അസിസ്റ്റന്റ് സാരൊക്കെ ഇന്ന് തപസ്സും അജിത്തും ഒക്കെ ഭയങ്കര വലിയ വലിയ എൻജിനീയേഴ്സായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് DTSലൊക്കെ അത്ര പെർഫെക്ഷൻ നോക്കിയിട്ടുള്ളതായിരുന്നു. അന്ന് വിദ്യാജിയൊക്കെ വന്ന് ഈ പറയുന്ന കൂട്ടത്തിൽ വന്ന് നിൽക്കും. ശിവസാറൊക്കെ എന്ന് വെച്ചാൽ അന്ന് ശിവസാറിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടൊരു ഒരു സാറിൻ്റെ സ്വപ്നം. പിന്നീട് സാറ് തന്നെ ഇമോഷണലായി. കാരണം അന്ന് അത് പരാജയപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഇത് വിജയിച്ചപ്പോഴും ഇതൊരു ഈ പറയുന്ന ഇത്രയും സൗണ്ടിലും ഈ സാധനങ്ങൾ ഇപ്പോൾ അറ്റ്മോസ്ഫിയറൊക്കെ ഞാൻ കണ്ടപ്പോൾ എന്ത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് എന്ന് ആ സംവിധായകന് പിന്നീട് പ്രൂവ് ചെയ്യേണ്ടി വരികയാണ്. അതിൻ്റെ നിർമ്മാതാവിന് പ്രൂവ് ചെയ്യേണ്ടി വരികയാണ്. അതിൻ്റെ തിരക്കഥാകൃത്തിന് എല്ലാവരും ആലോചിച്ച് നോക്ക്. അങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രണ്ടാമത് 25 വർഷത്തിന് ശേഷം ഇങ്ങനെ സിനിമ കൊണ്ടുവന്ന് ഞങ്ങൾ ഇതായിരുന്നു എടുത്തിരുന്നതെന്ന് പുതിയ തലമുറ കാണിക്കാൻ പറ്റിയെന്ന് പറയുന്നതാണ് ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അങ്ങനത്തെ സിനിമകളില്ലല്ലോ, അത് കുറച്ച് സിനിമകളേ ഉള്ളൂ. അങ്ങനെ വന്നൊരു സിനിമയാണ്, പരാജയപ്പെട്ട സിനിമ തിരിച്ച് റീറൈസ് ചെയ്ത് വിജയിപ്പിച്ച സിനിമ എന്ന് പറയുന്ന ഈ മലയാളത്തിലെ ചരിത്രം ഇനി എന്നും തിരുത്താൻ പറ്റില്ല. അതല്ലേ ദേവദൂതൻ്റെ ഒരു കാര്യം. തീർച്ചയായും ഒരു വലിയൊരു സക്സസ് തന്നെയാണ് അത്. വലിയൊരു മധുരമാണ് ജീവിതത്തിൽ തന്നെ സമ്മാനിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ ഹണ്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൊക്കേഷൻ ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം ഭയങ്കര വ്യത്യസ്തത നിറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പ്രീ പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. യാത്രകളും ഒരുപാട് എന്നുവെച്ചാൽ അത് അങ്ങനെ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിൽ ഇപ്പം നമ്മൾ എൻ ജീവൻ എന്നുള്ള പാട്ടൊക്കെ ഒറ്റൊരാൾ മാത്രം ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ. പക്ഷെ അതിൻ്റെ വിഷ്വൽ കൊണ്ട് തന്നെ നമ്മളെ അങ്ങനെ അതിശയിപ്പിച്ച് നിൽക്കുകയാണ്. പിന്നെ കരളേതിൻ കൈ പിടിച്ചാൽ ആ കുതിരവണ്ടി ആ സാധനങ്ങൾ പോകുന്ന ആ ഒരു ഷോട്ട് ആരുടെ മനസ്സിൽ നിന്ന് പോകുമോ, എല്ലാം അത്ര അതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അത് ഇപ്പോഴും നോക്കിയാൽ അറിയാം. സൺസെറ്റിൻ്റെ സമയത്ത് അത് എത്ര ഭംഗിയായിട്ട് എടുത്തിരിക്കുന്നത് അറിയാം. കാരണം അതിനു മുമ്പ് എത്ര കൃത്യമായി നിന്നാലാണ് ഇത്തരം ഷോട്ടുകൾ എടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഓരോ ഷോട്ടുകളും ആൾ ഓർത്തിരിക്കും. കാരണം പല ഷോട്ടുകൾ നമ്മൾ ആലോചിക്കണം. പിന്നെ അന്ന് ഭയങ്കര തണുപ്പുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ ഇതിനു വേണ്ടി മാത്രം അത് പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുകയും എല്ലാം കിട്ടുകയും ചെയ്യുമ്പം അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനെ കിടക്കുമല്ലോ. അത് അതിനകത്ത് അതുപോലെ ഭയങ്കര പാടുപെട്ടൊരു കാര്യമാണ് ജയപ്രദയുടെ പഴയകാലം കണ്ടുപിടിക്കാൻ, അഭിനയിച്ച ആളുകളെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത്. അതൊക്കെ മദ്രാസിലൊക്കെ ഒരുപാട് കറങ്ങി നമ്മൾ ഒരുപാട് അന്വേഷണം നടത്തിയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രൊഫൈലിലെങ്കിലും നമുക്ക് സാമ്യം വേണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് വെച്ച് അത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കാലഘട്ടം ഉണ്ടല്ലോ അതിൽ. അതിന് ഞാൻ തന്നെ അതിനകത്ത് അതിൻ്റെ ഫംഗ്ഷനിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര തമാശയായിട്ടൊരു കാര്യമാണ്. വിനീതാണല്ലോ അതിനകത്ത് അഭിനയിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ. വിനീതിനെ പട്ടികൾ ഓടിച്ചിട്ട് ആ കുഴിയിൽ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആ പട്ടികളെ അവിടെ ഊട്ടിയിൽ ഒരു പട്ടി വളർത്തുന്ന ഒരുപാട് പട്ടികളുള്ള ഒരാളുണ്ട്. അപ്പം നമ്മളെ വിളിച്ച് വരുത്തി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ബോളിട്ട് കൊടുത്ത് അതിൻ്റെ പുറകോടും പറയുന്ന കേൾക്കും, എന്തും ചെയ്യും, കണ്ടാൽ ഭീകരതയുള്ള പട്ടികൾ. അപ്പോൾ നമ്മൾ അത് ഒരു കുതിരവണ്ടി കൊണ്ടുവരുന്ന ഒരാളുടെ കെയർഓഫിലാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ കൺഫേം ചെയ്തു. അപ്പം ഫൈറ്റ് മാസ്റ്റർ പഴനിയാണ്. അപ്പോൾ അദ്ദേഹം വന്നു സ്റ്റഡി ക്യാമ്പ് കാര്യങ്ങൾ വെച്ച് വലിയ സെറ്റപ്പിലാണ് വെച്ച് ഇതിന് പുറകെ ഫോളോ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് എല്ലാം വെച്ചു. ആ ദിവസം ഈ ആർട്ട് ബോബൻ്റെ കല്യാണമാണ് ഗുരുവായൂർ. അപ്പോൾ ഞാനീ പട്ടി റെഡിയാണ്, ബാക്കിയെല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. ബോബൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായതുകൊണ്ട് ഞാൻ സിയാദിക്കോടും സിംസാറിനും പറഞ്ഞു. അപ്പോൾ ഇവർക്കെല്ലാം അടുപ്പമുള്ള, കാരണം കഴിഞ്ഞ സംരംഭത്തിലെ എൻ്റെ ആർട്ട് ഡയറക്ടറാണല്ലോ. അപ്പം ഞാനൊന്ന് കല്യാണത്തിന് പോയിട്ട് വൈകുന്നേരം തിരിച്ച് ഊട്ടി വരാം, ഗുരുവായൂരിന്ന് എളുപ്പമാണല്ലോ. അപ്പോൾ അത് പറഞ്ഞു. ഞാനിവിടെ ഗുരുവായൂർ കല്യാണം കഴിയുമ്പോൾ എനിക്ക് ഫോൺ വന്നു, ഭയങ്കര പ്രശ്നമാണ്, പട്ടി വർക്കൗട്ടായില്ല.
എന്ന് പറഞ്ഞു. പട്ടികൾ ഓടുന്നില്ല, കറക്റ്റായിട്ട് പട്ടി കൃത്യമായിട്ട് വരുന്നില്ല, ഭയങ്കര പ്രശ്നമാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം വെച്ചാൽ അത് നമ്മൾ മദ്രാസിൽ നിന്ന് ട്രെയിൻഡ് പട്ടിയെ കൊണ്ടുപോകാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് മദ്രാസിൽ നിന്ന് ട്രെയിൻഡ് പട്ടികളെയൊക്കെ വിളിച്ച് വരുത്തി പിറ്റേ ദിവസം രാവിലെ കൊണ്ടും മറ്റേ പട്ടി കട്ടിയോട്ട് ഞാൻ തിരിച്ചെത്തുന്നു, രാവിലെ വരുന്നു. ഈ പട്ടികളെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടും പട്ടികൾ കൃത്യമായിട്ട് വർക്കൗട്ട് ആകുന്നില്ല, ഇത്രയും പോലും വർക്കൗട്ട് ആകുന്നില്ല. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് ഇതെടുക്കാൻ തീരുമാനിച്ചു. പിന്നെയും പഴയ പട്ടിയാക്കി. പഴയ പട്ടികളെ വെച്ച് ചെയ്തപ്പം ഈ എന്തായിരുന്നു ഇതിന് സംഭവം വെച്ചാൽ ഫൈറ്റിൻ്റെ മാസ്റ്റർ ചെയ്ത ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ഇത് കൂടെ കൃത്യമായിട്ട് വരാൻ വേണ്ടി ഈ വിനീതിൻ്റെ ഇവിടെ ഒരു റിങ് പോലെ ഒരു സാധനം ഇട്ടിട്ട് അതിൽ നിന്നും ഈ മറ്റേ പട്ടികളുടെ കഴുത്തിലേക്ക് ഈ കമ്പി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓടുമ്പോൾ ഈ പട്ടി പോകണം, പട്ടി വരും. അപ്പോൾ ഈ വിനീത് ഓടുമ്പോൾ ഈ പട്ടി ബാക്കിലേക്ക് വലിക്കും. കാരണം പട്ടിയെ വലിക്കുന്നുണ്ട്, പട്ടി വരാതിരിക്കാൻ വലിക്കും. അങ്ങനെയാണ്, അത് വർക്കൗട്ടായില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. കാരണം ഈ വിനീതിൻ്റെ കാലിൽ പട്ടികളെല്ലാം നോക്കി നിൽക്കുമ്പോൾ ബീഫ് വെച്ച് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ബീഫ് കണ്ടാൽ ഇങ്ങനെ കാണിച്ചിട്ട് ഓടിയാൽ പട്ടി ഓടും എന്ന് ഇവരെല്ലാവരും കൂടെ പറഞ്ഞു. അപ്പോൾ ഈ ബീഫ് ഇങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ പട്ടി അങ്ങോട്ട് ഓടി വന്നു. അപ്പോൾ പട്ടിയെല്ലാം ഓടിച്ചിട്ട് നേരെ വെച്ചിട്ട് പട്ടിയെല്ലാം കറക്റ്റായിട്ട് പിടിച്ച് നിർത്തി ബീഫ് കാലിൽ കെട്ടി ഇങ്ങനെ കെട്ടുന്ന പോലെ വെച്ച് കാണിച്ചിട്ട് പട്ടിയും തുറന്നിട്ടു, ബീഫും ഇട്ടു, എല്ലാത്തും കൂടെ. പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പട്ടിക്ക് ബീഫാണ് വേണ്ടത്, വിനീതിനെ കടിച്ച് അയ്യോ വിനീത് പേടിച്ച കുഴി വീണില്ലെങ്കിൽ പിന്നെ കൊന്നുകളി. അങ്ങനെ എല്ലാവരും ഭയന്നു പോയി. വിനീത് എത്രയോ ദിവസം വിനീതിൻ്റെ ഭയം മാറിയിട്ടില്ലായിരുന്നു. കാരണം ആ പട്ടി അങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ, അത് യഥാർത്ഥത്തിൽ നിന്ന് അത് ബീഫിന് നിൽക്കുന്നത് ഇപ്പം അത് അങ്ങനെ അത്. പക്ഷെ വിനീതിൻ്റെ ഒരു ബുദ്ധി ഭയങ്കര, വിനീത് കുഴി ചാടി കളഞ്ഞു, ചാടിയ കാലടിയും. ആ പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അത് ഭയങ്കര വലിയൊരു ഭയങ്കര ഭീകരമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് എല്ലാം എളുപ്പമായിരുന്നു. കാരണം കുഴിക്കകത്ത് ബീഫ് വെച്ചാൽ പട്ടി ഇങ്ങനെ നിൽക്കും, താഴെ നിന്ന് ക്യാമറ വെച്ചാൽ മതി. അപ്പൊ ഇത് ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് വിനീതേട്ടന് കുറേ ദിവസത്തേക്ക് വിനീത് ഭയങ്കര പേടിച്ചു പോയി. രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ഭയങ്കര പേടിച്ചു പോയി. വിനീത് ഇപ്പോഴും ഉണ്ടാവും പട്ടിയെ കണ്ടാൽ. കാരണം അത്രമാത്രം പട്ടി എല്ലാവരും എന്ത് ചെയ്ത് പിടിച്ചിട്ടും പട്ടി വിടില്ല. ഷോട്ടൊക്കെ കട്ടി, പക്ഷെ പട്ടി വിടത്തില്ല. പട്ടി ക്യാൻസൽ, അത് സ്നേഹമുള്ള പട്ടികളാണ്. പക്ഷേ അത് വിചാരിച്ചത് അതിനെ പറ്റിക്കാൻ ശ്രമിക്കുന്ന പോലെ ചെയ്യുന്നില്ല. കണ്ടില്ല, ബോൾ പോലും പട്ടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പട്ടി എവിടെയായാലും അതിൻ്റെ പുറകെ കിടക്കും. അവരുടെ ശീലമാണത്. അങ്ങനെ അതൊക്കെ ഒരുപാട് രസമുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ. ആ സിനിമയിൽ പലതും ഗംഭീരമാകുന്ന സീക്വൻസിൻ്റെ പിന്നാമ്പുറ കഥകൾ ഭയങ്കര രസമാണ്. അതല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായും കാണുന്നത്ര പുറത്ത് വരുന്നത്ര ഔട്ട്പുട്ട് അത്ര സുഖമല്ലല്ലോ എഫേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സിനിമയുടെ ഈ കഥ എന്ന് പറയുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ടച്ചാണ്. അപ്പോൾ ആ ഒരു കഥയ്ക്കൊപ്പം തന്നെ പോകുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഒരുക്കണം. അപ്പോൾ കാഴ്ചകൾ ഒരുക്കുന്നതിന് വേണ്ടി ആ ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അതെ, ശരിക്കും പറഞ്ഞാൽ എന്ത് കഥാപാത്രമായാലും, മക്കുവനായാലും അല്ലെങ്കിൽ ആരായാലും, നമ്മളെന്ത് കഥാപാത്രമായാലും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചാന്തുപൊട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ സംഭവമായിരിക്കും. അല്ലെ, എല്ലാ പടങ്ങളും ശ്രദ്ധിച്ചറിയാം. അതിൽ നിന്ന് പാളുമ്പോൾ അത് മുഴച്ചു നിൽക്കും. അപ്പോൾ ഇത് കുറേ കൂടെ എന്ന് വെച്ചാൽ ഇതിനകത്ത് കോസ്റ്റ്യൂം സൈഡിലൊക്കെ നല്ല സെൻസുള്ള സതീഷായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരുന്നത്. പിന്നെ ആർട്ടെന്ന് പറയുന്നത് ഇന്നിപ്പം ഏറ്റവും വലിയ സിനിമകൾ ചെയ്യുന്ന മണിരത്നം പോലുള്ള ആൾ സിനിമകൾ ചെയ്യുന്ന മുത്തുരാജും അതുപോലെ ഗിരീഷും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറയാണെങ്കിൽ സന്തോഷ് തുണ്ടിനെ പോലെ കുച്ചു ചോത്താകെ ചെയ്ത ആളാണ്. അപ്പോൾ പ്രണയവർണ്ണങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് സന്തോഷം. പക്ഷേ ഒരുപാട് മികച്ച സിനിമകളുണ്ട്.
അപ്പോൾ എല്ലാ സൈഡിലും അത്തരം മികച്ച ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം എങ്ങനെ വേണം, എന്താണ് സ്കെച്ച്, എല്ലാ സ്കെച്ചും ഒക്കെ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് തയ്യാറെടുപ്പുണ്ടായിരുന്നു. ആ തയ്യാറെടുപ്പ് ആ സിനിമയുടെ എല്ലാ ഭാഗങ്ങളും കാണാം. അതിപ്പോൾ അതുകൊണ്ടാണ് ഈ 25 വർഷം കഴിഞ്ഞപ്പോഴും അത് ബാക്കിലേക്ക് പോകാതെ, കോസ്റ്റ്യൂം പോലും ബാക്കിലേക്ക് പോയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഓക്കെയാണ് അതിൽ, അത്ര ഭംഗിയാണ് കാണാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ എഫേർട്സ് എടുത്തൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അന്ന് ആ ഒരു എഫേർട്ടൊക്കെ എടുക്കുമ്പം സാങ്കേതിക വിദ്യ കുറച്ചുകൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ അന്ന് നമുക്ക് ഫിലിമാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ പരിമിതികൾ ഒരുപാടുണ്ട്, VFX പരിമിതികൾ ഒരുപാടുണ്ട്. ഇന്നിപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഹൊറർ കാര്യങ്ങളൂടെ ഉള്ളതുകൊണ്ട് VFXൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് VFXൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിയ കാര്യങ്ങളുണ്ട്. കാരണം ആ മറ്റേ ഈശ്വർ എന്ന് പറഞ്ഞ ആളുടെ ഇതിലേക്ക് കയ്യിലേക്ക് ഇങ്ങനെ നോക്കുമ്പം ആ കൈ ഇങ്ങനെ പോകുമ്പോൾ ഒരു വിരൽ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഉരുകി പോകണം. അത് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉരുകി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഭയങ്കര സാങ്കേതികവിദ്യ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് VFX ഇന്നാണെങ്കിൽ അത് ഈസിയാണ് അങ്ങനെ കളയാം. പക്ഷെ അന്ന് അത് ശരിക്കും പറഞ്ഞാൽ അത് ഇതിൽ കൈയുടെ ബോണിനകത്തൂടെ ഒരു പൈപ്പ് കൊണ്ടുവന്ന് ഇത് ഉരുകി പോകത്തക്കൊണ്ട് ഒരു കെമിക്കൽ വെച്ചിട്ടാണ് ഉരുക്കിയിരിക്കുന്നത്. അത് ഷോർട്ട് പറയുമ്പോൾ ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ അതൊക്കെ വന്നിട്ട് അവിടെ ഉരുകും. അപ്പോൾ ഇന്നാണെങ്കിൽ അത് വേണ്ട, ഇങ്ങനെ ഇരിക്കുന്നതിന് ഈസി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് VFX കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാര്യം ചെയ്ത് തരും എന്ന് പറയാം. അന്ന് അതിന് ഒത്തിരി കാര്യങ്ങൾ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ. ഒരു വയറിൻ്റെ കണക്ഷനൊന്നും ഇല്ലാത്തൊരു ഫാൻ എടുക്കുമ്പോൾ കറങ്ങുന്നുണ്ട്. അത് ഡയറക്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ആ സ്റ്റെപ്പിൽ നിന്നിട്ട് ആ ഫാൻ വെച്ചാണ് മുരളി ചേട്ടനെ ഇങ്ങനെ കാറ്റ് പോകാതെ. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കറങ്ങണമെങ്കിൽ ആ ഫാൻ അങ്ങനെ കറങ്ങണമെങ്കിൽ അന്ന് അതിന് ഒരു ഞാൻ ഇതിനകത്ത് എല്ലാം പറഞ്ഞു തരുന്നില്ല. കാരണം അത് യഥാർത്ഥത്തിൽ കറക്കിയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം താഴോട്ടുള്ള വയർ എറേസ് ചെയ്തൊന്നുമല്ല, വയറില്ലാതെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ അടിയിൽ ഒരു പോർഷൻ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിലാണ് ഇരിക്കുന്നത് ഫുൾ ബാറ്ററീസ്. എന്നിട്ട് ഈ കൈ പിടിക്കുന്നിടത്ത് അങ്ങനെ കൈ പിടിക്കുമ്പം പ്രസ്താവത്തെ കൊണ്ട് സ്വിച്ച് വെച്ചിരിക്കുക. അപ്പോൾ സ്വിച്ച് ഇല്ല അതിൽ കണ്ടാൽ കൈ പ്രസ്താവം അങ്ങനെയൊക്കെ ഒരുപാട്. അതെന്ന് വെച്ചാൽ അന്ന് നമുക്ക് ഇന്ന് ഇതെല്ലാം ചെയ്യാൻ പറ്റിയ അന്ന് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അത്തരം അഭ്യാസങ്ങളും അത്തരം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാൻ ഈ നമ്മൾ അന്നത്തെ കലാസംവിധായകരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് കാര്യമുണ്ട്. ശരി, ആ സ്കെൽറ്റൻ പൊങ്ങി വരുന്നത് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ അതെല്ലാം റിവേഴ്സ് ഷോട്ടുകളൊക്കെ എടുത്ത് ചെയ്തതാണ്. ഇന്നാണെങ്കിൽ അതൊക്കെ ഈസിയാണ്, പക്ഷെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത്. അതെല്ലാം അതിൽ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാം ടൈം എടുത്ത് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അന്ന് സിനിമ പരാജയപ്പെട്ടപ്പോൾ സിയാദ് സാറിനാണെങ്കിലും സിബി സാറിനാണെങ്കിലും ഭയങ്കരമായിട്ട് മനോവിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് യെസ്. അപ്പോൾ എങ്ങനെയായിരുന്നു അത്, ആ ഒരു മനോവിഷമൊക്കെ സാറിന് എത്രത്തോളമായിരുന്നു? അയ്യോ, ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ്. ഞാൻ സിയാദ് വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു പെട്ടെന്നേ സന്തോഷത്തിൽ മാത്രം പൊക്കോണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു ഈ വീട്. അവിടെ പെട്ടെന്ന് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത്ര വലിയ പരാജയമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് ജീവിതത്തിൽ നമ്മളെല്ലാവരും മറക്കാത്തൊരു കാര്യമാണ്. കാരണം അത് തരണം ചെയ്തൊക്കെ എന്തോ അതൊക്കെ വലിയൊരു ഒരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു ഇതാണ്. കാരണം നമ്മൾക്ക് ഞാനൊന്നും ആ സമയത്തൊന്നും നമ്മൾ ഇങ്ങനെ ഒരു സാമ്പത്തിക നിലയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടൊന്നുമില്ല. പക്ഷെ അപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക കാലഘട്ടമാണത്. ഇങ്ങനെ ഞാൻ കാരണം കുഴപ്പത്തിലായിപ്പോയല്ലോ എന്നുള്ള സിബി സാറിൻ്റെ വിഷമം. എന്നാൽ എന്നെപ്പോലുള്ള ആളുകൾ ഇത് കോസ്റ്റ് കൂടിയ സമയത്തൊക്കെ പലപ്പോഴും ഇത് കുഴപ്പത്തിലാവും എന്നുള്ള ആശങ്ക പറഞ്ഞൊരു പടം. പക്ഷേ അതൊക്കെ ആയിരുന്നതും അങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അതിൽ നല്ല ഇവരുടെ സന്തോഷവും നമുക്ക് കാണാൻ പറ്റി. രണ്ടാമത്തെ റിലീസ് വന്നപ്പോൾ അന്ന് ഓരോ ദിവസം അവിടെ നിന്നൊരു ഇത്രയും കളക്ട് ചെയ്തു അങ്ങനെ കളക്ട് ചെയ്തു എന്ന് പറയും. സിബി സാറൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നൊരു ഒരു സന്തോഷം തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ദൈവം കൊടുത്തു. അപ്പോൾ വെച്ചാൽ അവർ തെറ്റല്ല അന്ന് ചെയ്തത്, ഞങ്ങളിങ്ങനെ ഒരു അബദ്ധം പറ്റി, അത് ആ അബദ്ധം നിങ്ങൾ മാറ്റിക്കോ എന്ന് പറഞ്ഞ ദൈവം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുത്തല്ലോ. അതാണ് ഏറ്റവും വലിയ എനിക്കൊക്കെ സന്തോഷം. അതാണ് കാരണം അങ്ങനെ സിനിമ നമ്മൾ അന്നത്തെ കാലത്ത് എടുത്തത് രണ്ടാമത് കാണുകയും
ആ സിനിമ എടുത്തതിനെ കുറിച്ചൊക്കെ കണ്ടമാനം സംസാരിക്കുകയൊക്കെ ആൾ ചെയ്തപ്പോഴേ ഒന്ന് കാണാതെ പോയൊരു സിനിമയാണ് ഒരുപാട് പേര് കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ചാനൽ വന്നപ്പോൾ ഹിറ്റായിരുന്നു. പിന്നീട് അത് കാലം തിരി അതാണല്ലോ ഈ ചാനലിൽ വന്നതിന് ശേഷമാണ് ആളുകൾ നിരന്തരം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുക. സീൻസ് പലതും എടുത്ത് കോപ്പിയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ റീ റിലീസിന്റെ സമയത്തും ഒക്കെ സാറ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പേഴ്സണൽ ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്, കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമയുടെ തുടരും ഷൂട്ട് നടക്കുന്നിടത്തു നിന്നാണ് ചേട്ടനായിട്ട് വരുന്നത്. കാരണം വെച്ചാൽ ഞാനപ്പോൾ പറയുമ്പോൾ സിയാദ് എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് പ്രൊമോഷൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അതിനെന്താ പറഞ്ഞിട്ട് നമുക്ക് ലാലേട്ടനോടും പറയുന്നു നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് വന്ന് അതൊരു പ്രൊമോട്ട് ചെയ്യേണ്ട പടം തന്നെയാണത്. അതങ്ങനെ അതൊരു എല്ലാവരും മനസ്സുകൊണ്ട് ചെയ്തതാണത്. അത് ആ ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്. റീ റിലീസിന് ശേഷം സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഞാൻ അത് ഏറ്റവും നല്ല തിയേറ്റർ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം തേരീസ് പ്ലസിൻ്റെ ഏറ്റവും വലിയ ഓഡിയോ എന്ന് പറഞ്ഞ വലിയ സ്ക്രീനാണ്. അവിടെ തന്നെ പോയിട്ടുണ്ട്. അവിടെ ഓഡിയോ എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമുള്ള തിയേറ്ററും അവിടെ ഈ സൗണ്ട് വിഷ്വലൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ കാണുമ്പോൾ ഉള്ള വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ അന്നും ഡീറ്റെയിൽസ് ഇല്ലാത്ത സ്ഥലങ്ങളിലും ഡീറ്റെയിൽസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കാണുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത സിനിമ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇന്നത് കാണിക്കാൻ പറ്റിയല്ലോ രണ്ടാമത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കിട്ടുമ്പോൾ ഞാൻ തിയേറ്ററിലിരുന്ന് ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ പാട്ടുകളായാലും അതിൻ്റെ ആ സിംഫണിയൊക്കെ നമ്മളവിടെ അതിൽ കേൾക്കുമ്പോൾ എന്തൊരു അത് ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ എന്തായാലും അതൊരു ചരിത്രമായി അവിടെ കിടക്കട്ടെ. തീർച്ചയായും. അപ്പോൾ എന്തായാലും സിനിമ തീർച്ചയായും ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ല. കാലം മറ്റൊരു കാലത്തിലേക്ക് പിറക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ദേവദൂതൻ എന്ന് പറയുന്നത്. ഇന്നും എന്നും ആളുകൾ പ്രകീർത്തിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ദേവദൂതൻ. താങ്ക് യു.